ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പം നമ്മുടെ എയർടെൽ ആക്സിസ് ക്രെഡിറ്റ് കാർഡിനെ കുറിച്ച് നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതിന് പുതിയൊരു ഡീവാലുവേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടി അത് ഡീവാല്യൂ, അത് കുറച്ച് കാലം മുമ്പേ കുറെ ഡീവാല്യൂ ആയതാണ്. ഇപ്പോൾ ഒന്നുകൂടി ഡീവാല്യൂ ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കിടിലൻ ഡീവാല്യൂ എന്ന് വേണമെങ്കിൽ പറയാം. വൺ ഓഫ് ദ ബേസിക് കാർഡ് എന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ ആക്ച്വലി എയർടെലിൻ്റെ കാർഡ് ഇല്ല കേട്ടോ, എന്ന് വെച്ച് കഴിഞ്ഞാൽ എയർടെൽ കസ്റ്റമർ അല്ല. അപ്പോൾ ഏപ്രിൽ 12 തൊട്ടാണ് ഈ പുതിയ ഡീവാലുവേഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഞാൻ ചുമ്മാ വേണമെങ്കിൽ ഇവരുടെ നോർമലി ഇവരുടെ എയർടെലിൻ്റെ ആക്സിസ് ക്രെഡിറ്റ് കാർഡിൻ്റെ അല്ലെങ്കിൽ എന്താ പറയുക എയർടെൽ ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡിൻ്റെ ബെനിഫിറ്റ്, എക്സിസ്റ്റിംഗ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് 20% ക്യാഷ് ബാക്ക് ഓൺ എയർടെൽ മൊബൈൽ ബ്രോഡ്ബാൻഡ് DTH പേയ്മെൻറ്റ് വിയ എയർടെൽ താങ്ക് ആപ്പ് ആയിരുന്നു. ക്യാപ്ഡ് അറ്റ് ₹250 പെർ മന്ത്. അതുപോലെ തന്നെ 10% ക്യാഷ് ബാക്ക് ഓൺ യൂട്ടിലിറ്റി പേയ്മെൻറ്റ് വിയ എയർടെൽ താങ്ക്സ് ആപ്പ് ക്യാപ്ഡ് അറ്റ് ₹250 പെർ മന്ത്. പിന്നെ 10% ക്യാഷ് ബാക്ക് ഓൺ സ്വിഗ്ഗി, സൊമാറ്റോ, ബിഗ് ബാസ്ക്കറ്റ് എന്തൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ 1% ക്യാഷ് ബാക്ക് ഓൺ അതർ സ്പെൻസും 4 കോംപ്ലിമെന്ററി ഡൊമസ്റ്റിക് ലോഞ്ച് വിസിറ്റ് പെർ ഇയർ ഉണ്ടായിരുന്നു. ഇനി പുതിയ ഏപ്രിൽ 12 തൊട്ട് ഇതിന്റെ ഡീവാലുവേഷൻ വന്നേക്കാണ്. പുതിയ ക്യാഷ് ബാക്കിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ 25% എയർടെൽ ക്യാഷ് ബാക്ക് വിൽ ബി ക്യാപ്ഡ് അറ്റ് ദ 2x ദ ബേസ് ക്യാഷ് ബാക്ക് ഏൺ. ഇനി അങ്ങനെയാണ് അവർ അതിന്റെ ക്യാപ്പിംഗ് തീരുമാനിക്കുക. പണ്ട് നമുക്ക് ഒരു ഫിക്സഡ് ആയിട്ട് 250 ആയിരുന്നു. ഇപ്പൊ നമുക്ക് ഇനി 2x ഓഫ് ദ ബേസ് ക്യാഷ് ബാക്ക്, എത്ര ക്യാഷ് ബാക്ക് ആണോ ബേസ് ക്യാഷ് ബാക്ക് നമുക്ക് എറിയുന്നത് അതിന്റെ 2%, അതിന്റെ മൾട്ടിപ്ലൈ ബൈ 2. പിന്നെ വരുന്നത് 10% യൂട്ടിലിറ്റി ക്യാഷ് ബാക്ക് വിൽ ബി ക്യാപ്ഡ് അറ്റ് 1x ഓഫ് ദ ബേസ് ക്യാഷ് ബാക്ക് ഏൺഡ്. അത് 10%. അപ്പോൾ അത് ബേസ് ക്യാഷ് ബാക്കിന്റെ 1% ആണ് മറ്റേ യൂട്ടിലിറ്റി ക്യാഷ് ബാക്ക് കിട്ടുക. പിന്നെ മുമ്പ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ₹250 പെർ മന്ത് ഉണ്ടായിരുന്നു, ഫിക്സഡ് ആയിരുന്നു. പിന്നെ അത് മാത്രമല്ല സ്വിഗ്ഗി, സൊമാറ്റോ, ബിഗ് ബാസ്ക്കറ്റ് ക്യാഷ് ബാക്കും ഫുള്ളി റിമൂവ് ചെയ്തു. നേരത്തെ നമുക്ക് ഓൾറെഡി കുറച്ച് ക്യാഷ് ബാക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, എത്രയായിരുന്നു 10% ക്യാഷ് ബാക്ക് ഓൺ സ്വിഗ്ഗി, സൊമാറ്റോ, ബിഗ് ബാസ്ക്കറ്റ് ഉണ്ടായിരുന്നല്ലോ. ആ പരിപാടി ഫുള്ള് എടുത്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഡൊമസ്റ്റിക് എയർപോർട്ട് ലൈൻസാണ്. ഡൊമസ്റ്റിക് എയർപോർട്ട് ലൈൻസും ആക്സിസ് ബാങ്ക് ഇപ്പോൾ ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട് ഈ കാർഡിനായിട്ട്. അപ്പോൾ നല്ല കിടിലൻ മൂഞ്ചിയ കാർഡായിട്ടുണ്ട് ഇത്. എടുത്തൂര് ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങളിത് ക്ലോസ് ചെയ്തിരിക്കും നല്ലത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും എയർടെൽ അല്ലെങ്കിൽ ആക്സിസിൻ്റെ കാർഡ് എടുക്കുകയായിരിക്കും നല്ലത് കേട്ടോ. ഇത് എനിക്ക് തോന്നുന്നത് ഇവരിത് പതുക്കെ നിർത്താനുള്ള പുറപ്പാടിലാണോ എന്ന് സംശയം ഉണ്ടെങ്കിൽ കണ്ടിട്ട്, അല്ലെങ്കിൽ ഇമാതിരി ഡീവാലുവേഷൻ അങ്ങനെ അടുപ്പിച്ച് ഡീവാലുവേഷൻ വരില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യണം വന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു, എന്താ പറയുക ഇതിൻ്റെ വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ട്. ഞാൻ ആക്ച്വലി എയർടെലിൻ്റെ കസ്റ്റമർ അല്ല, അതുകൊണ്ട് തന്നെ ഞാൻ എയർടെൽ ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡൊന്നും ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഞാനത് ആദ്യം എടുക്കണമെന്ന് വിചാരിച്ചാണ്. പക്ഷേ കുറേ പേരായി ചോദിക്കുന്നത്, അധികം എയർടെൽ ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡ് യൂസേഴ്സ് ഉണ്ടെന്ന് കമൻറ്റ് കണ്ടപ്പോൾ മനസ്സിലായി കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. നമ്മുടെ ചാനലാദ്യമായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ പേര് ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റാണ്. നമ്മുടെ ടെക് എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ്. പിന്നെ എന്തെങ്കിലും സംശയങ്ങളിലൊക്കെ കമൻറ്റ് ചെയ്താൽ മതി, നമ്മളെല്ലാം കമൻറ്റ് പോകുന്നതാണ്. ഇൻസ്റ്റാഗ്രാം പേജിൽ നമ്മൾ അവൈലബിൾ ആണ്, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അടുത്ത